السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف الأنبياء والمرسلين وعلى آله وصحبه أجمعين ومن تبعهم بإحسان إلى يوم الدين، أما بعد. ഇനി നമുക്ക് മനസ്സിലാക്കുവാനുള്ള ഭാഗമാണ് അല്ലാമാത്തു സാക്കിന അല്ലെങ്കിൽ അല്ലാമാത്തു സവാക്കിൻ എന്നൊക്കെ പേരിൽ പറയപ്പെടുന്ന സുക്കൂനുള്ള ലാമുകൾ. സുക്കൂനുള്ള ലാമുകൾ ഇത് 5 വിധമാണ്. 5 വിഭാഗങ്ങളായി ഇവ വിഭജിക്കപ്പെടുന്നു. 1 ലാമു തഅരീഫ്, 2 ലാമുൽ ഫിഅൽ, 3 ലാമുൽ ഹർഫ്, 4 ലാമുൽ ഇസ്ം, 5 ലാമുൽ അമർ. ഇതിൽ ഒന്നാമത്തെ ലാമു തഅരീഫ് എന്താണ് അതിൻ്റെ നിയമം എന്നാണ് നമുക്ക് മനസ്സിലാക്കുവാനുള്ളത്. ലാമു തഅരീഫ് എന്നാൽ എന്താകുന്നു, അതുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ എന്താണ്? തഅരീഫ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പ്രത്യേകമാക്കുക അല്ലെങ്കിൽ നിർണയിക്കുക, പരിചയപ്പെടുത്തുക എന്നൊക്കെയാണ് തഅരീഫിൻ്റെ ഭാഷാർത്ഥം. നാമങ്ങൾക്ക് മുമ്പിൽ വരുന്ന അൽ, അതായത് അലിഫ് ലാം എന്നൊക്കെ നമ്മൾ പറയാറുള്ള തഅരീഫിൻ്റെ ലാം, അതിലുള്ള ലാമാകുന്നു സുക്കൂനുള്ളതായ ആ ലാമിനെയാണ് ലാമു തഅരീഫ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഉദാഹരണമായി കിതാബുൻ എന്ന പദത്തിൽ അൽ ചേർത്താൽ അൽ കിതാബ് എന്ന് പറയും. അൽ കിതാബ് പ്രത്യേക പുസ്തകം എന്നർത്ഥം വരുന്നു. ഇക്കാരണത്താലാണ് ലാമിന് ലാമു തഅരീഫ് എന്ന നാമം നൽകുന്നത്. ഇത് പദങ്ങളുടെ അടിസ്ഥാന അക്ഷരങ്ങളിൽ പെടാത്തതും സായിദയായി ചേർന്നു വന്നതുമാണല്ലോ. പുറത്തുനിന്ന് ചേർന്നു വന്നതാണ്, ആ പദത്തിൻ്റെ അടിസ്ഥാനമായ അക്ഷരങ്ങളിൽ പെട്ടതല്ല. അടിസ്ഥാന അക്ഷരങ്ങൾ കിതാബുൻ എന്നതിലുള്ള അക്ഷരങ്ങളാണ്. അതിലേക്ക് വേറെ പുറത്തുനിന്ന് ചേർന്നു വന്നതാണ് ഈ അൽ എന്ന ഹർഫ്. എന്നാൽ ചില പദങ്ങളിൽ ഇത് ലാസിമത്തായി, അതായത് സ്ഥിരപ്പെട്ടതായി, വേർപിരിയാത്തതായി നിലനിൽക്കുന്നതായി കാണാം. ഉദാഹരണമായി അല്ലദീന എന്ന പദം, അതുപോലെ അല്ലദീ, അല്ലതി, അല്ലദാനി പോലെയുള്ള പദങ്ങളൊക്കെ. അതുപോലെ തന്നെയാണ് അല്ലാഹു എന്ന പദവും. അല്ലാഹു എന്ന പദത്തിൻ്റെ അടിസ്ഥാനം തന്നെ അൽ ഇലാഹ് എന്നാകുന്നു. ഇതിൽ തഖ്ഫീഫിന് വേണ്ടി, അതായത് ലഘൂകരണത്തിനായി ഇലാഹിലെ ഹംസയെ ദമ്മോ ഫത്ഹോ ഹർക്കത്ത് വന്നാൽ ലാമിനെ തഫ്ഖീം ചെയ്യുകയും ചെയ്തു. അതായത് അല്ലാഹ് എന്ന പദത്തിൻ്റെ തൊട്ടു മുമ്പിൽ ഫത്ഹോ ദമ്മോ ഹർക്കത്തുണ്ടെങ്കിൽ ആ ലാമിന് തഫ്ഖീം ചെയ്തു, പെരുപ്പിച്ചുകൊണ്ട് അല്ലാഹ് എന്നുച്ചരിച്ചു. എന്നാൽ കസ്റാണെങ്കിൽ തർക്കീഖ് നൽകിക്കൊണ്ടും ബിസ്മില്ലാഹ്, അഊദു ബില്ലാഹ് എന്നൊക്കെ പറയും പോലെ ലാമിന് തർക്കീഖ് ചെയ്തുകൊണ്ട് നേരിയ ശബ്ദം നൽകി ഉച്ചരിക്കുകയും ചെയ്തു. ഇതാണ് അല്ലാഹ് എന്ന പദത്തിൻ്റെ അവസ്ഥ. അപ്പോൾ ചില പദങ്ങളിൽ ഈ അലിഫ് ലാം, ലാമു തഅരീഫ് സ്ഥിരപ്പെട്ടതായിരിക്കും, അത് വേർപിരിയാതെ നിലനിൽക്കുന്നതായിരിക്കും എന്നർത്ഥം. ഏതായിരുന്നാലും ലാമു തഅരീഫ് എന്താണെന്ന് നാം മനസ്സിലാക്കുകയുണ്ടായി. പദങ്ങളിലേക്ക് ചേർന്ന് വരുന്ന സായിദയായ സുക്കൂനുള്ള ലാം. എന്താണ് ഇതിൻ്റെ വിധി? മൊത്തത്തിൽ ഇതിൻ്റെ നിയമം എന്താണെന്ന് മനസ്സിലാക്കാം. ലാമു തഅരീഫ് അതിന് 2 ഒന്നാമതായി ഇൽഹാർ ചെയ്യുക, വ്യക്തമാക്കുക എന്നതാണ്, വെളിവാക്കി ഉച്ചരിക്കുക. ഒരു വാചകം നമുക്കതിനു വേണ്ടി ഓർത്തു വെക്കാം. ഇബ്ഗി ഹജ്ജക വഖഫ് അഖീമഹു എന്ന വാചകം. ഇതിലുള്ള 14 അക്ഷരങ്ങൾ, അത് ഹംസ, ബ, ഗൈൻ, ഹ, ജീം, കാഫ്, വാവ്,
ഖ, ഫ, ഐൻ, ഖാഫ്, യ, മീം, ഹ. ഈ 14 അക്ഷരങ്ങൾ, അതായത് ആകെ അക്ഷരങ്ങൾ 28 എണ്ണമാണെങ്കിൽ അതിൻ്റെ പകുതിയായ 14 അക്ഷരങ്ങൾ. ഈ അക്ഷരങ്ങൾ ലാമുത്തഅരീഫിൻ്റെ തൊട്ടു ശേഷം വരുമ്പോൾ അവിടെ ലാമുത്തഅരീഫിനെ വ്യക്തമാക്കി ഇൽഹാർ ചെയ്തുകൊണ്ട് ഉച്ചരിക്കണം. ഈ ഇൽഹാറിന് ഇൽഹാർ